കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതാണ് എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനുകളും പറയുന്നത്. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ആന്തരിക അവയവങ്ങൾക്ക് തകരാറും ഉണ്ട്. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മരുന്നുകളോട് ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും ഗുരുതരാവസ്ഥ പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനും പറയുന്നത്. മറ്റു വിവരങ്ങൾ? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില തുടരുന്നത് എന്നതാണ്. അതായത് നേരിയ രീതിയിൽ മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ട്. ഈ നാഡീമിടിപ്പും അതേപോലെ തന്നെ പൾസും ഒക്കെ തന്നെ നോർമലാണ്, BP നോർമലാണ് എന്നൊരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് ഇപ്പോൾ നമുക്ക് പുറത്തു പറയാനുള്ളത്. മാത്രമല്ല, ഈ ആന്തരിക അവയവങ്ങൾക്ക് തന്നെ പ്രശ്നമുണ്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും ഒരു ശുഭസൂചന എന്ന് പറയുന്നത് ഇത്തരത്തിൽ മരുന്നുകളോട് നേരിയ രീതിയിൽ ശരീരം പ്രതികരിക്കുന്നുണ്ട് എന്ന വാർത്ത മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മരുന്നുകളോട് പ്രതികരിക്കാത്ത അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു അതീവ ഗുരുതരാവസ്ഥയില്ല. ഇത്ര ചെറിയ രീതിയിൽ തന്നെ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന ഏറ്റവും ഒരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് നമുക്ക് നൽകാനുള്ളത്. എന്തായാലും ഒരു മെഡിക്കൽ സംഘം വിശദമായ ആരോഗ്യനില സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ വിശദമായ ഈ എം ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് ഈ ആരോഗ്യ സംഘം ഇറക്കും. അത് കൂടെ ലഭിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ഒരു സാഹചര്യം ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് ഈ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എം ടി വാസുദേവൻ നായരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് തുടർന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിരുന്നു. ഹൃദയസ്തംഭനം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ആ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ലെങ്കിലും ചെറിയ രീതിയിലൊരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. മാത്രമല്ല, ഈ ഇന്നലെയൊക്കെ തന്നെ എം ടിയുമായി അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഈ സമയം അവർ എം ടിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുറന്ന് അവരോട് സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും തന്നെ എം ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. അത് ഡോക്ടർമാർ പറയുന്നത് ഇത് ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയാണ് എന്നതാണ്. അതെ അനഘ, അതോടൊപ്പം അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴായിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? 10 മണിയോട് കൂടിയായിരിക്കും അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുക. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ശരി അനഘ. എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അനഘ നൽകുന്ന വിവരം. മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ ഗുരുതരാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.